പരിശുദ്ധമായ റമദാനു ഷരീഫിലെ ഇനിയുള്ള ദിനരാത്രങ്ങൾ നമ്മൾ കൂടുതലായി ഉപയോഗിക്കേണ്ടത് തൗബ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. റമദാനു ഷരീഫ് തന്നെ തൗബയുടെ മാസമാണ്. പ്രത്യേകിച്ച് അവസാനത്തെ 10 അള്ളാഹു ധാരാളം തൗബ സ്വീകരിക്കുന്ന ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് തൗബ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന 4 ഇസ്തിഗ്ഫാറുകളെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഏതൊക്കെയാണ് ആ ഇസ്തിഗ്ഫാർ, തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, വിശദമായി നമ്മൾക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങൾ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, നമ്മളെ വിഷമങ്ങൾ അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്. എല്ലാവർക്കും റാഹത്തല്ലേ? എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ അതൊന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ പറഞ്ഞത് എന്ന് ഉസ്താദിന് മനസ്സിലാക്കാനാണ്. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ റമദാനു ഷരീഫിലെ വളരെ പ്രധാനപ്പെട്ട പോരിശുകൾ നിറഞ്ഞ, മഹത്വങ്ങൾ നിറഞ്ഞ ദിനരാത്രങ്ങളിലൂടെയാണ് നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ നാം അധികരിപ്പിക്കേണ്ടത് തൗബയാണ്, ഇസ്തിഗ്ഫാറുകളാണ്. കാരണം റമദാനു ഷരീഫ് തൗബയുടെ മാസമാണ്. അതോടൊപ്പം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം തൗബ സ്വീകരിക്കുന്ന ദിനരാത്രങ്ങളാണ് അവസാനത്തെ 10 ദിവസങ്ങൾ. അതുകൊണ്ട് തൗബ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അതോടൊപ്പം തന്നെ തൗബ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന 4 അത്ഭുതകരമായ ഇസ്തിഗ്ഫാറുകളും പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇനിയുള്ള ദിവസങ്ങളിൽ നാം ഒക്കെ തൗബ ചെയ്യുന്നവരായിരിക്കും. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം ഖേദമാണ്. നമ്മൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മേലിൽ അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മൾ ഖേദിക്കുക, അതുപോലെ തന്നെ ലജ്ജയുള്ളവരാകുക എന്നുള്ളതാണ്. അറിയാതെ ചെയ്തു പോയതാണ് റബ്ബേ എന്ന് റബ്ബിനോട് കരഞ്ഞു പറയണം. അതിന്റെ മേൽ നാം ഖേദിക്കണം. അത്തൗബത്തു അന്നദം, തൗബ എന്നാൽ ഖേദമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അല്ലാതെ നമ്മൾ ഒരുപാട് മജ്ലിസുകളിൽ പങ്കെടുത്തു, അതുപോലെ 27 വന്നപ്പോ തൗബയുടെ മജ്ലിസിൽ പങ്കെടുത്തു, ഉസ്താദ് ഇങ്ങനെ തൗബ ചൊല്ലിത്തരും, നമ്മളതിങ്ങനെ ഏറ്റു പറയും. പക്ഷെ നമ്മളെ മനസ്സിൽ ഒരു ഖേദമല്ല, മനസ്സുകൊണ്ട് നമ്മൾ ഒന്നും കരുതുന്നില്ല. വെറുതെ നാവ് കൊണ്ട് പറയുകയാണെങ്കിൽ അതിന് തൗബ എന്ന് പറയൂല. അള്ളാഹു പാപങ്ങൾ പുറത്തു തരൂല്ല. നമ്മളെ തൗബ അള്ളാഹു സ്വീകരിക്കുകയില്ല. തൗബ വരേണ്ടത് ഖൽബിൽ നിന്നാണ്, വെറും നാവിൽ നിന്ന് വരാൻ പറ്റൂല. അപ്പൊ തൗബയുടെ ഒന്നാമത്തെ ഷർത്ത് ചെയ്ത തെറ്റിന്റെ മേൽ ഖേദിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം പ്രതിജ്ഞ എടുക്കുക. ഞാൻ ഇനി ആ തെറ്റിലേക്ക് പോവുകയില്ല, ഞാൻ ഇനി തെറ്റിലേക്ക് പോകൂല, ഞാൻ ഇനി 5 വക്ത് നിസ്കാരം കൃത്യമായി നിസ്കരിക്കും, ഞാൻ ഇനി മദ്യപിക്കില്ല, ഞാൻ ഇനി വ്യഭിചരിക്കില്ല, ഞാൻ ഇനി മയക്കുമരുന്ന് ഉപയോഗിക്കൂല, ഒരാളുടെയും കുറ്റം പറയൂല, ഗീബത്ത് പറയൂല, കളവ് പറയൂല, കുടുംബ ബന്ധം മുറിക്കുകയില്ല, ഒരാളെയും ആക്രമിക്കുകയില്ല. അങ്ങനെയുള്ള പ്രതിജ്ഞ എൻ്റെ പ്രിയമുള്ളവരെ തൗബ ചെയ്യുന്നതിന്റെ മുമ്പ് നാം എടുക്കേണ്ടതുണ്ട്. എന്നാലേ നമ്മളെ തൗബ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം ഉപേക്ഷിക്കലാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും ഉപേക്ഷിക്കുക. ഇനി ഒരിക്കലും ആ തെറ്റിലേക്ക് നമ്മൾ മടങ്ങാൻ പറ്റൂല. അള്ളാഹനെ കളിയാക്കാൻ പറ്റൂല. തൗബ ചെയ്ത് കരഞ്ഞിട്ട് പിന്നെ രാവിലെ ആയപ്പോ പിന്നെയും കള്ളുടിക്കാൻ പോവുകയാണെങ്കിൽ എന്ത് തൗബയാണ് നമ്മൾ ചെയ്തത്? അപ്പൊ ചെയ്ത തെറ്റിലേക്ക് പിന്നെ ഒരിക്കലും മടങ്ങുകയില്ല എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുക്കേണ്ടതുണ്ട്. നാലാമത്തെ കാര്യം മടക്കി കൊടുക്കലാണ്. മടക്കി കൊടുക്കുക എന്ന് പറഞ്ഞാല് നമ്മൾ ഒരാളെ ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി മാപ്പ് പറയുക. ഒരാളെ ഗീബത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളോട് പോയി മാപ്പ് പറയുക. ഒരാളെ സമ്പത്ത് നമ്മൾ തട്ടിപ്പറിച്ചിട്ടുണ്ട്. ഇപ്പൊ അനന്തര സ്വത്തുകളൊക്കെ ചില ആളുകളൊക്കെ കൈക്കലാക്കാറുണ്ട്. അനിയന് കൊടുക്കേണ്ടതൊക്കെ ജ്യേഷ്ഠൻ കൈക്കലാക്കും. അതുപോലെ ജ്യേഷ്ഠന് കൊടുക്കേണ്ടത് അനിയൻ കൈക്കലാക്കും. പെങ്ങന്മാർക്ക് കൊടുക്കേണ്ടത് ആങ്ങളാർക്ക് കൊടുക്കൂല. ഇങ്ങനത്തെ ഒരു അവസ്ഥ പല വീടുകളിലും കാണാറുണ്ട്. അതിൽ നിന്നൊക്കെ മാറി അർഹതപ്പെട്ടവർക്ക് അവരുടെ മുതൽ കൊടുക്കുക. ഒരാളുടെയും നമ്മൾ പിടിച്ചു വെക്കാൻ പറ്റൂല. സാമ്പത്തികമായ വിഷയത്തിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് പരിഹരിക്കുക. എന്നിട്ട് വേണം തൗബ ചെയ്യാന്. അല്ലാതെ മജ്ലിസിൽ ഇങ്ങനെ പങ്കെടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ
ആ കടം തിരിച്ചു കൊടുക്കുക. തിരിച്ചു കൊടുക്കാനില്ലെങ്കിൽ അയാളോട് പോയി പറയാ, എന്റെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടാണ്, ഇൻഷാ അല്ലാഹ് ക്യാഷ് ഉണ്ടാകുമ്പോൾ ഉടനെ തന്നെ നിങ്ങളെ കടം ഞാൻ വീട്ടുമെന്ന് അയാളോട് പറയണം. ഇത് ചില ആളുകൾ കടം വാങ്ങും, പിന്നെ കാണുമ്പോൾ ഒക്കെ ഓടി വിളിക്കുക, മറഞ്ഞു നിൽക്കുക, ഫോൺ വിളിക്കുമ്പോൾ കോൾ എടുക്കാതിരിക്കുക. ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ പല ആളുകളും സങ്കടം പറയാറുണ്ട്. മെസ്സേജ് അയച്ചാൽ തിരിച്ച് റിപ്ലൈ കൊടുക്കാതിരിക്കുക. കടം വാങ്ങുമ്പോൾ വലിയ ഉഷാറായക്കാരം. കടം വാങ്ങുമ്പോൾ എല്ലാ ദിവസവും മെസ്സേജ് അയക്കും, എല്ലാ ദിവസവും ഫോൺ വിളിക്കും. കടം കൊടുത്തതിന് ശേഷം പിന്നെ ഫോൺ വിളിയില്ല, പിന്നെ മെസ്സേജ് ഇല്ല, പിന്നെ ബന്ധങ്ങളില്ല. ഇങ്ങനെ ചില ആളുകളുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അത് റസൂലുള്ള പൊരുത്തപ്പെടൂല. നമ്മളെ തൗബ അള്ളാഹു കബൂൽ ചെയ്യുകയില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തൗബ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരുപാട് ഫലങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകും. ഒന്നാമത് നമ്മളെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുമെന്നുള്ളതാണ്. രണ്ടാമത് ഉപജീവന മാർഗം വർദ്ധിക്കുമെന്നുള്ളതാണ്. അഥവാ ഭക്ഷണത്തിൽ വിശാലത ഉണ്ടാകും, സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകും, കടങ്ങളിൽ നിന്നൊക്കെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. തൗബ എന്ന് പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കൽ മാത്രമൊന്നുമല്ല, നമ്മളുടെ സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു ഉയർത്തിത്തരും. അതുപോലെ ടെൻഷൻ, അതുപോലെ വിഷമങ്ങൾ, സങ്കടങ്ങളൊക്കെ അള്ളാഹു മാറ്റിത്തരുമെന്നുള്ളതാണ്. അതുപോലെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയും. പരലോകത്ത് നരകമാകുന്ന വലിയ ശിക്ഷ, അതിൽ നിന്നൊക്കെ അള്ളാഹു നമ്മൾക്ക് രക്ഷ നൽകും. ഖബർ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുകയാണ്. അള്ളാഹു തൗബ ചെയ്യാനുള്ള മനസ്സ് നൽകട്ടെ. ഈ തൗബ ചെയ്ത പ്രതിഫലം ലഭിക്കുന്ന അത്ഭുതകരമായ 4 ഇസ്തിഗ്ഫാറുകൾ ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും ശരിക്കും ശ്രദ്ധിച്ചോ. ഒന്നാമത് എല്ലാവർക്കും അറിയുന്നതാണ്, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് വലിയ ഒരു ഇസ്തിഗ്ഫാറിന്റെ വാചകമാണ്. ഇതൊരു പ്രാർത്ഥനയാണ്, ഇസ്തിഗ്ഫാറാണ്, രക്ഷയാണ്, കാവലാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്, ഇസ്തിഗ്ഫാറാണ്. ഇതെല്ലാവരും ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം മനസ്സറിഞ്ഞ് പറയുക. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹുവേ, നീയല്ലാതെ ആരാധനയില്ല. സുബ്ഹാനക, നിന്റെ പരിശുദ്ധയെ ഞാൻ വാഴ്ത്തുന്നു. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്, ഞാൻ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. റബ്ബേ, നിന്റെ പരിശുദ്ധതയെ ഞാൻ വാഴ്ത്തുന്നു. നീയല്ലാതെ ആരാധ്യനില്ല. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പറയുക. അതുപോലെ രണ്ടാമത്തെ ഇസ്തിഗ്ഫാർ ശരിക്കും ശ്രദ്ധിച്ചോ. അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇതെല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഈ ക്ലാസ് വീണ്ടും വീണ്ടും കേൾക്കുക. രണ്ടാമത്തെ ഇസ്തിഗ്ഫാർ ഏതാ? അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വ അതൂബു ഇലൈഹി. ഇത് ധാരാളം ആവർത്തിച്ച് പറയാ. തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം, ളുഹർ നിസ്കാരത്തിന് ശേഷം, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷം, ഒറ്റക്കിരിക്കുന്ന സമയത്തും. മൂന്നാമത്തെ ഇസ്തിഗ്ഫാർ, റബ്ബിഗ്ഫിർലി വതുബ് അലയ്യ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുവേ, എൻ്റെ പാപങ്ങൾ നീ പൊറുക്ക്, എൻ്റെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. നീയാണ് ഏറ്റവും വലിയ കാരുണ്യവാനും തൗബ സ്വീകരിക്കുന്നവനും. ഇത് ധാരാളം നമ്മൾ പറയണം ഇൻഷാ അല്ലാഹ്. അതോടുകൂടെ നമ്മളെ പാപങ്ങളൊക്കെ അല്ലാഹു പൊറുക്കും. ഇതൊക്കെ പറയുമ്പോൾ മനസ്സിൽ നിന്ന് വരണട്ടോ. വെറും നാവിൽ നിന്ന് വന്നാല് നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കൂല. ഖൽബിൽ നിന്ന് വരണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാലാമത്തെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ നിന്നോട് ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു. വ അതൂബു ഇലൈഹി, അല്ലാഹുവിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു. ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ. എൻ്റെ പ്രിയമുള്ളവരെ, ഇതിങ്ങനെ മനസ്സ് തട്ടി ഇനിയുള്ള ദിവസങ്ങളിൽ ധാരാളം പറഞ്ഞു കഴിഞ്ഞാൽ തൗബ ചെയ്ത പ്രതിഫലവും ലഭിക്കും. ദുനിയാവിലും ആഖിറത്തിലും നമ്മൾക്ക് വിജയിക്കാനും പറ്റുമെന്നുള്ളതാണ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവെ, ഞങ്ങൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ഈമാനുള്ളവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് വഅസ്അലുകൽ ജന്നത വഅഊദു ബിക മിനന്നാർ. അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.